ലോങ് വീഡിയോസ് എടുക്കുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പഴയൊരു സാരി എടുത്തിട്ട്, ഇത് ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ പഴയൊരു സാരിയാണ്, ഒരു 7 വർഷം പഴക്കമുണ്ടാവും. അപ്പോൾ അതിൽ എലി കരണ്ടിയിട്ടാണെങ്കിൽ സാരി മൊത്തം ഏകദേശം തീരുമാനമായി. അപ്പോൾ ഞാൻ ധാവണി ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ധാവണിക്ക് തീരെ പീസ് കിട്ടിയില്ല, വിചാരിച്ച ഇതിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഒരു ഫ്രോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ എവിടെയായിട്ട് ഹോൾസൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ലൈനിങ്ങിൽ ആദ്യം നമ്മൾ പാറ്റേൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് എന്താ പറയുക, നമ്മൾ യഥാർത്ഥ പീസിലേക്ക് വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ട് ഞാൻ ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. കട്ട് ചെയ്യുന്ന ഇടയിൽ കൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില സ്റ്റോറി പറഞ്ഞാലോ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ മൈൻഡിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രത്യേകിച്ച് ഗേൾസ്, വുമൻസ് എല്ലാവർക്കും ആണെങ്കിൽ ഓരോരോ കഴിവുണ്ടാവും. പക്ഷെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മളെപ്പോഴും ഡെയിലി ഒരു വർക്കിന് പോകുന്ന ഒരാളാണെങ്കിലും, വീട്ടിലിരിക്കുന്ന ആളാണെങ്കിലും, ഡയറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി തന്നെ, നാളെ ഇന്ന ഫുഡ് കഴിക്കാം, നാളെ രാവിലെ വർക്കിന് പോകുമ്പോൾ ഇന്നത് കഴിക്കാം. വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യും. ചിലപ്പം രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഓട്ടപ്പാച്ചിൽ. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പാഷൻസ് നമ്മൾ തന്നെയാണ് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഒരു ബുക്കിൽ, എന്താണ് ചെയ്യേണ്ടതെന്ന്. ചിലപ്പോൾ നാളെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ചയെങ്കിലും ചെയ്യാൻ പറ്റും. ആ ഗ്യാങ്ങിൽപ്പെട്ട ആളാണ് ഈ ഞാൻ. വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴായിരിക്കും ഒരു ട്രാക്കിൽ കയറിയെന്ന് എനിക്ക് തന്നെ തോന്നുന്നത്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാം. ഈ ഒരു പെന്നാണെങ്കിൽ അയൺ ഇറേസബിൾ പെന്നാണ്. അത് നമുക്കാണെങ്കിൽ മിസ്റ്റേക്ക് വന്നാലും പ്രശ്നമൊന്നുമില്ല, മായ്ച്ച് കളയാൻ പറ്റും. നമ്മുടെ ലൈഫിലും ഇതുപോലെ മിസ്റ്റേക്ക് വന്നാൽ മായ്ച്ച് കളയാൻ പറ്റിയാൽ അടിപൊളിയായിരിക്കും അല്ലേ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ പെന്ന് അയൺ ഇറേസബിൾ പെന്നാണ്, ആമസോണിൽ കിട്ടും. പക്ഷേ നമ്മൾ വാങ്ങുമ്പം ഒരു 5 എണ്ണം ഒരുമിച്ച് എടുക്കണം. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അടിപൊളി പെന്നാണ്, നമുക്ക് മിസ്റ്റേക്ക് വന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ലൈഫിലും ഇതുപോലെ ഒരു അയൺ ഇറേസബിൾ പെന്ന് വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കില്ല. നമ്മൾ തലേദിവസം എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റബ്ബർ വെച്ചിട്ടോ മായ്ക്കാൻ പറ്റിയാൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഓരോ ദിവസങ്ങൾക്ക് തന്നെയല്ലേ പോകുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, തലേ ദിവസം ചെയ്ത മിസ്റ്റേക്കുകൾ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അതാണ് അതിലൊരു പോയിന്റ് വരുന്നത്. അപ്പം ഞാനെന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് എന്താണോ പാഷൻ. ഇപ്പം എനിക്കുള്ളത് ഹാൻഡ് വർക്ക്, സ്റ്റിച്ചിങ്, ഇതാണ് എൻ്റെ ആഗ്രഹം. ഈ ഒരു ഹാൻഡ് വർക്ക് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ തന്നെ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും ചിലപ്പം കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ ഉണ്ടാവും, ബെസ്റ്റ് ആയിരിക്കും ചിലപ്പം. അവർ തന്നെ ചിലപ്പം പറയും എൻ്റെ സ്റ്റിച്ചിങ് ഫിനിഷിങ് ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നാണ് കുറേ കമൻസ് വരും. ബെസ്റ്റ് അല്ല, കൂടെ നിൽക്കുന്ന എല്ലാവരും. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ആ ടൈമിൽ നമ്മൾ നെവർ മൈൻഡ് ആക്കി ഇട്ടാലും പിന്നീട് നമുക്കൊരു കൺഫ്യൂഷനാണ്. ഇനിയിപ്പോൾ എൻ്റെത് സ്റ്റിച്ചിങ് നീറ്റ് ഇല്ലേ, അങ്ങനെയാണോ എന്നുള്ള ഫുൾ കൺഫ്യൂഷൻ വരും. അങ്ങനെ ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്റ്റിച്ചിങ്ങിന് പുറത്ത് കൊടുക്കുകയായിരുന്നു ഹാൻഡ് വർക്ക് ചെയ്തിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ആ സ്റ്റിച്ചിങ്ങിന് റേറ്റും കൂടുതലാണ്, നമ്മളെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ചാർജ് ആവുകയും ചെയ്യും, ചിലപ്പോൾ നീറ്റ്നെസ്സും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് തന്നെ തോന്നി ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ബെസ്റ്റ് തള്ളല്ല, ബെസ്റ്റായിട്ട് എനിക്ക് തന്നെ തോന്നി. കാരണം നമ്മുടെ പാഷനിൽ, നമ്മുടെ ആഗ്രഹത്തിൽ, നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ തന്നെയാണ് കോൺഫിഡൻസ് കൊടുക്കേണ്ടതും മൂല്യം കൊടുക്കേണ്ടതും അതിന് വില മതിക്കേണ്ടതും. അല്ലാതെ വേറൊരാളെ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ടൈം പോകും. ഈവൻ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം മാത്രമല്ല, ഈ ഒരു ഡയറ്റ് എടുക്കുന്ന ആൾക്കാരതാണെങ്കിൽ പോലും ചിലപ്പം കേട്ടെന്നിരിക്കും. സോ ഇത്രയും ഞാൻ പറഞ്ഞു വന്നുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളെ ശരീരത്തിന് എന്താണ് ആവശ്യം, നമ്മുടെ പാഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ തന്നെ ചെയ്യുക. ഞാനിതായി സ്റ്റിച്ച് ചെയ്ത്, എൻ്റെത് ആദ്യം ഫാഷൻ മേക്കറായിരുന്നു, അത് മാറ്റി ഞാനിപ്പോൾ ഈ ജാക്കിൻ്റെ മെഷീൻ എടുത്തു. അത് തന്നെ നമ്മുടെ ഒരു ഇമ്പ്രൂവ്മെൻ്റാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ബെസ്റ്റ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ എത്തിപ്പെടില്ല, പക്ഷെ ഒരു ദിവസം നമ്മൾ അവിടെ എത്തിപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ?